മുതലേ കർത്താവിന്റെ മണവാട്ടിയാകാനുള്ള തീവ്രമായ ആഗ്രഹത്താൽ വിശുദ്ധിയിലും വിശ്വാസത്തിലും അടിക്കടി വളരുന്നതിനിടെ അപ്രതീക്ഷിത അതിഥിയായി എത്തിയ ട്യൂമറിനു മുന്നിൽ പതറാതെ ദൈവത്തിനും മനുഷ്യർക്കും അനുഗ്രഹമായി മാറി അവൾ ഇതാ താൻ പ്രാണനു തുല്യം സ്നേഹിച്ച സ്വർഗീയ മണവാളനിൽ എന്നേക്കുമായി ലയിച്ചിരിക്കുന്നു. അയന ഐപ്പ്, വയസ്സ് 26, 1998 മാർച്ച് 8 തൊടുപുഴയിൽ ജനിച്ചു. കാരിക്കൽ ഐപ്പ് ഷിബി ദമ്പതികളുടെ രണ്ടാമത്തെ മകളായിരുന്നു. ചെറുപ്പം മുതൽ ദൈവാശ്രയത്തിലും മാതാവിനോടുള്ള ഭക്തിയിലും നിറഞ്ഞ ജീവിതം. പഠനത്തിൽ ഏറെ മിടുക്കി. സ്കൂൾ കാലം മുതൽ തന്നെ സിസ്റ്ററാകണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. ആഗ്രഹം പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മഠത്തിൽ ചേർന്നു. പരിശീലന കാലഘട്ടത്തിൽ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി വളർന്നുവന്നു. 1ാം വർഷത്തിൽ തന്നെ പതിവില്ലാതെ ക്ഷീണവും ഉറക്കവും അനുഭവപ്പെട്ടു തുടങ്ങി. തുടർന്നുള്ള പരിശോധനയിൽ നട്ടെല്ലിന് ട്യൂമറാണെന്ന് തിരിച്ചറിഞ്ഞു. അറിവ് വച്ച പ്രായത്തിൽ തന്നെ ജീവിതം ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിച്ച അയനയ്ക്ക് സമർപ്പിത ജീവിതം അതിലേക്കുള്ള ഒരു വഴി മാത്രമായിരുന്നു. തുടർ ചികിത്സകൾക്കായി തിരികെ വീട്ടിലെത്തിയ അയന പിന്നീട് 3 മേജർ ഓപ്പറേഷനുകളിലൂടെ കടന്നുപോയി. അതിന്റെ ഫലമായി നടുവിന് താഴേക്ക് തളർന്നുപോയിരുന്നു. ക്രിസ്തുവിനു വേണ്ടി തീക്ഷ്ണതയാൽ ജീവിച്ച അവൾക്ക് അതൊന്നും തന്റെ സുവിശേഷ പ്രവർത്തനത്തിന് തടസ്സമായിരുന്നില്ല. പള്ളിയിലെ യുവജന കൂട്ടായ്മയിലൂടെ മാധ്യമരംഗത്തെ പുതിയ സാധ്യതകൾ അവൾ കണ്ടെത്തി. ആദ്യം ചെറിയ പോസ്റ്ററുകളിലൂടെയും പിന്നീട് വലിയ മാധ്യമ ശുശ്രൂഷകളിലൂടെയും അവൾ തന്നെ സുവിശേഷ പ്രഘോഷണം തുടർന്നു. വീൽചെയറിലായിരിക്കെ പല ദിവസങ്ങളിലും യാത്ര ചെയ്ത് ബേസിക് കൗൺസിലിംഗ് കോഴ്സും അതോടൊപ്പം ഡിസൈനിംഗ് പഠനവും പൂർത്തിയാക്കി. ഇടവക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ശുശ്രൂഷ രൂപതയുടെയും ലോകത്തിന്റെയും വിവിധ കോണുകളിൽ വരെ എത്തി. ഇടയനും ഇടവകയ്ക്കും ഇടവിടാതെ എന്ന പേരിൽ ഒരു ദിനം ഒരു ഇടവക വെച്ച് രൂപതയിലെ 200-ലധികം വരുന്ന വൈദികർക്കും 100-ലധികം വരുന്ന ഇടവകകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന 4 മാസം നീണ്ടുനിന്ന പ്രോജക്റ്റ് വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ കീഴിൽ രൂപതാ തലത്തിൽ നടത്തിയത് വലിയൊരു പ്രാർത്ഥനാ അനുഭവമായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയെ അനുകരിച്ച് കാർലോ അക്യൂറ്റസിനെ പിൻചെന്ന് അജനയെപ്പോലെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് തന്റെ മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് മിഷണറിയായി അവളും നടന്നു കയറി. തളർന്നു കിടപ്പിലായ ശരീരത്തിലെ തളരാത്ത കൈകളുമായി ചെയ്ത അവളുടെ ശുശ്രൂഷ ലോകമെങ്ങും എത്തി. മാധ്യമരംഗത്ത് വിവിധ തലങ്ങളിലുള്ള ശുശ്രൂഷകളിലൂടെയും തന്റെ അടുത്തു വന്നിരുന്നവരെ തീക്ഷ്ണത നിറഞ്ഞ വാക്കുകളിലൂടെ പ്രത്യാശ നിറഞ്ഞവരാക്കിയും തന്റെ 4 ചുവരുകളിൽ നിന്ന് ലോകത്തിന്റെ 4 അതിർത്തികളിലേക്കും ദൈവസ്നേഹം ഒഴുക്കി. രോഗത്തിനോ മരണത്തിനോ കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാനാവില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് മരിക്കുന്നതിനു മുൻപുള്ള അവസാന മണിക്കൂറുകളിൽ പോലും 6 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ പോസ്റ്റർ ചെയ്ത് എല്ലാവർക്കും അയച്ചുകൊടുത്തിട്ട് സമാധാനമായി അവൾ നിത്യനിദ്രയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ആധുനിക തലമുറയിലും കർത്താവിനോടും സഭയോടുമുള്ള അടങ്ങാത്ത തീക്ഷ്ണതയാൽ സഹനങ്ങളെ വിശുദ്ധിയിലേക്കുള്ള പാതയാക്കി മൺമറഞ്ഞ അയന എന്ന യുവ മിഷണറിയുടെ ഓർമ്മകളും മാതൃകയും മരിക്കുന്നില്ല. അവ എക്കാലവും സുവർണലിപികളിൽ മായാതെ പ്രശോഭിക്കുക തന്നെ ചെയ്യും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോതമംഗലം രൂപത ചിറ്റൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ദുഃഖപൂർണമായ ഒരു ദിവസമാണ്. നമ്മുടെ ഇടവകയിലെ കാരിക്കൽ അയന നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട ദിവസം. കേവലം 26 വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് 15ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷം ആരാധന സന്യാസി സമൂഹത്തിൽ ഒരു സന്യാസിനിയാകണം എന്ന ആഗ്രഹത്തോടെ കോതമംഗലത്ത് പഠനത്തിനായി ചേർന്ന അയന അവിടെ പഠിച്ചുകൊണ്ടിരിക്കവേ രോഗത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. തുടർന്ന് ആശുപത്രിയിൽ ചെന്നു. അത് പിന്നീട് എല്ലിലുള്ള ക്യാൻസറാണ് എന്ന് അറിയുവാനായിട്ട് സാധിച്ചു. തുടർന്നുള്ള 11 വർഷങ്ങൾ 2024 ഇന്നേ ദിവസം മാർച്ച് മാസം 10ാം തീയതി വരെയുള്ള ഈ ദിവസങ്ങൾ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും നിറകുടമായി നമ്മുടെ മുമ്പേ പറന്നുപോയ മാതൃകയായ പ്രിയപ്പെട്ട സഹോദരി അയന ഇപ്പോഴും
ജീവിതത്തിലെ ഏത് സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും അത് വളരെ തന്മയത്വത്തോടെയും അത് കുഴപ്പമില്ല, സാരമില്ല, ഇപ്പോൾ ഒരു പ്രശ്നവും തോന്നുന്നില്ല, ഇപ്പോൾ വളരെ എളുപ്പമൊക്കെ തോന്നുന്നുണ്ട്, ആരോഗ്യം കുഴപ്പമില്ല, ഇങ്ങനെ നെഗറ്റീവായിട്ട് ഉള്ള ഒരു കാര്യവും പറയാതെ എപ്പോഴും ക്രിയാത്മകമായി മാത്രം തൻ്റെ രോഗത്തെയും മറ്റുള്ള രോഗികളോടും അനുഭാവപൂർവ്വവും താല്പര്യപൂർവ്വവും എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്ന അയന ചുറ്റൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വം തന്നെയാണ്. ഇടവകയിൽ എല്ലാ ദിവസവും ഈശോയുടെ നാമത്തിൽ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ അയനയുടേതായ രീതിയിൽ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള പോസ്റ്റർ സഹിതം അവൾ തയ്യാറാക്കി തന്നിട്ടാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇടവകയിലെ എല്ലാ ദിവസവും ജന്മദിനം ആഘോഷിക്കുന്നവരുടെയും വിവാഹവാർഷികവും ആഘോഷിക്കുന്നവരുടെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ പോസ്റ്ററായിട്ട് എല്ലാ ദിവസവും ഇടവക ജനങ്ങളെ അറിയിക്കുന്നത് അയന പ്രത്യേക താല്പര്യവും നിഷ്കർഷയും പുലർത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രകാരം തൻ്റെ രോഗത്തെ പോലും മറ്റൊരു തരത്തിൽ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്ന 10 കന്യകമാരുടെ ഭൂമിയിൽ വിളക്കുകളിൽ എണ്ണയും കരുതി സ്വർഗസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ട അയന തീർച്ചയായിട്ടും നമുക്ക് മാതൃക തന്നെയാണ്. ഈ പെൺകുട്ടി തൻ്റെ രോഗത്തെ, സഹനത്തെ ദൈവത്തിൻ്റെ തന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അടയാളമായിട്ട് കണക്കാക്കിയ പെൺകുട്ടി നമുക്ക് മാതൃകാപരമായി ജീവിതം നയിച്ച് നമുക്ക് മുമ്പേ കടന്നുപോയി. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നമുക്ക് അവിടുത്തെ വലതുഭാഗത്ത് ഇവിടെ പ്രിയപ്പെട്ട മകളെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. അയന ഭൂമിയിലെ ഒരു മാലാഖയായിരുന്നു. 2018-19 കാലയളവിലാണ് കദളിക്കാട് കൃപാനിലയത്തിൽ ബേസിക് കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാനായി അയന എത്തുന്നത്. ആദ്യമായി കണ്ടപ്പോൾ തന്നെ അത്ഭുതമാണ് തോന്നിയത്. വീൽ ചെയറിൽ പഠിക്കാൻ വരുന്ന ഒരു കുഞ്ഞ് ആദ്യമായിട്ടായിരുന്നു അവിടെ. പെട്ടെന്ന് തന്നെ കൂട്ടുകാരുമായി ഒത്തിണങ്ങുന്ന ഒരു സ്വഭാവ പ്രകൃതിയായതിനാൽ ഒത്തിരിയേറെ ആരാധകരുണ്ടായിരുന്നു കോഴ്സ് കഴിയുമ്പോഴത്തേക്കും. അയന വളരെ കൃത്യനിഷ്ഠയോടെ ക്ലാസ്സിൽ അരമണിക്കൂർ മുൻപ് എന്നും എത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അയനയോട് സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു. കോഴ്സ് കഴിഞ്ഞ് അവിടെ നിന്ന് പോയതിനു ശേഷവും ഏകദേശം 5 വർഷക്കാലമായി നല്ലൊരു ആത്മബന്ധം അയനയുമായി പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സഹനത്തിൻ്റെ തീച്ചുളയിൽ കിടക്കുമ്പോഴും ഏതാണ്ട് പൂമെത്തയിൽ കിടക്കുന്നത് പോലെ സുസ്മേരവദനയായി കിടക്കുന്ന അയനയെയാണ് ഭവനത്തിൽ ചെന്ന് പലപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. തൻ്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും സ്നേഹത്തോടുകൂടെ ഈശോയുടെ സ്നേഹമാണ് എപ്പോഴും അയന പറയാറുള്ളത്. ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് സിസ്റ്ററെ, അതുകൊണ്ടാണ് എനിക്ക് സഹനങ്ങൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ അയന എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം പ്രചോദനം തോന്നിയിട്ടുണ്ട്. എൻ്റെ പേര് അനിത എന്നാണ്. ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഞാൻ അയനെ പരിചയപ്പെടുന്നത് ഇവിടെ തൊടുപുഴ അടുത്തുള്ള കൃപാനിലയം എന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കൗൺസിലിംഗ് കോഴ്സിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ ഒരു വർഷത്തെ കോഴ്സ്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പായിരുന്നു ഇവിടെ പഠിക്കാനുള്ളത്. അപ്പം ചെറിയ കുട്ടികൾ തൊട്ട് റിട്ടയർ ചെയ്തവർ വരെ ഉള്ള ഒരു ഗ്രൂപ്പിൽ അങ്ങനെയാണ് വളരെ അവിചാരിതമായിട്ട് അതിനെ പരിചയപ്പെടുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. നമ്മൾക്ക് ആദ്യമൊന്നും നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കുന്ന പോളിയോയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം വീൽ ചെയറിലാണ് അവൾ ക്ലാസ്സിലേക്ക് വരുന്നത്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ക്യാൻസർ ആണെന്നും അതിൻ്റെ ഭാഗമായിട്ട് അവൾ അര തൊട്ട് കീഴ്പോട്ട് കടന്നു പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീടാണ് അറിയുന്നത്. പക്ഷേ അവളുടെ മുഖത്ത് ഒരിക്കലും ആ ചിരി ഒരിക്കലും മായത്തില്ല. എപ്പോഴും ആ മുഖത്ത് ആ ചിരി ഉണ്ടാവും. നമ്മൾ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രസരിപ്പ് ശരിക്കും ഒരു ദൈവികമായ ഒരു പ്രസരിപ്പ് തന്നെ നമുക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഒത്തിരി വേദനകൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കടന്നു പോകുന്നതെന്നൊക്കെയുള്ളത് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്. ഒത്തിരി അംബീഷ്യസ് ആയിരുന്നു. ഇപ്പോൾ ഈ കൗൺസിലിംഗ് കോഴ്സ് ആണെങ്കിലും അത് ചെയ്തതിനു ശേഷം അവൾക്ക് ആനിമേഷൻ കോഴ്സ് പഠിക്കാനും അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ച് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ ആ ഈശോയോടുള്ള ആ സ്നേഹം അതിൻ്റെ ഇടയിൽ മിഷണറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഒരു മാതൃകാപരമായ ഒരു ജീവിതം. പല കാര്യങ്ങളും അപ്പം നമുക്ക് അറിയില്ല. ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മഹത്വം. ഞാനിപ്പോൾ ഇന്നിവിടെ ഈ അടക്കിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിലെ ഒരു വിശുദ്ധയുടെ അടക്കിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുന്നുള്ളൊരു ഉറപ്പോടുകൂടിയാണ് ഞാനിവിടെ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അയന ചേച്ചിയുടെ മരണവാർത്ത വളരെ വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ചേച്ചിയുടെ ബർത്ത്ഡേ, മാർച്ച് 8 വെള്ളിയാഴ്ച. അന്ന് അച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും കൂടെ കേക്ക് മുറിക്കാൻ പോയപ്പോൾ
വളരെ സന്തോഷത്തോടെ നല്ലൊരു ചിരിയോടുകൂടി ചേച്ചി ഞങ്ങളെയൊക്കെ സ്വീകരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയതാണ്. പിന്നീട് ഇന്ന് രാവിലെ പള്ളി വന്നപ്പം മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പരാതി പറയാറുണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷേ ചേച്ചി ഇന്നേ വരെ ഉണ്ടായ വേദനയോർത്ത് രോഗാവസ്ഥയോർത്ത് കർത്താവിനോട് പരാതി പറയുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല. ചേച്ചി അതിനെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തന്നാൽ കഴിയുന്ന വിധം അത് സോഷ്യൽ മീഡിയയുടെ ആയാലും അല്ലാതെയും മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി ജീവിച്ച് കടന്നുപോയി ഇന്ന് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചേച്ചി ഈ യൂത്ത് KCM സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഓൺലൈനിലൂടെ ഒരുപാട് സോഷ്യൽ മീഡിയ വർക്കുകൾ വരുമ്പോൾ ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ യാതൊരു മടിയും പറയാതെ ചേച്ചിയെ ചെയ്തു തരാറുണ്ട്. അതിലൊത്തിരി സന്തോഷം ചേച്ചി കണ്ടെത്തിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് മാർഗ്ഗദർശിയായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞു തരുവാനും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അപ്പോൾ നന്നായിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞു തരാനൊക്കെ ചേച്ചി ഒരു മാർഗ്ഗദർശി തന്നെയായിരുന്നു. വേർപാടിൽ ഒത്തിരി വിഷമമുണ്ട്. പള്ളിയിലെ കാര്യങ്ങൾ തോന്നുന്നതായാലും ബർത്ത്ഡേ പോസ്റ്റുകളും പിന്നെ ഡെയിലിയുള്ള തിരുവചനങ്ങളുടെ പോസ്റ്റുകളും എല്ലാം വളരെ സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു. അത് തീരാ നഷ്ടം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒത്തിരി ചേച്ചിയുടെ വേർപാടിൽ ഒത്തിരി വിഷമത്തോടെ ഞാനും പങ്കുവയ്ക്കും.